നമസ്കാരം. അന്തരാത്മാ ച മേം വേത്തിയും സീതാ ശുദ്ധ യശസ്വിനി. ഇന്ന് രാമായണത്തിലെ ഏറെ പ്രസിദ്ധമായ വാക്യം ഏത് എന്ന് എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഈ ഉത്തരമായിരിക്കും പറയുക. ശ്രീരാമൻ സീതാദേവിയെ ഉപേക്ഷിക്കുന്ന സമയത്ത് അനുജനായ ലക്ഷ്മണനോട് പറയുന്ന വാക്യമാണ് ഇത്. എൻ്റെ അന്തരാത്മാവിൽ എനിക്കറിയാം സീത പരിശുദ്ധയാണ്, യശസ്വിനിയാണ്. അന്തരാത്മാ ച മേം വേത്തിയും സീതാ ശുദ്ധ യശസ്വിനി. നമ്മളൊക്കെ കേട്ടിരിക്കുന്നത് വിക്രമാദിത്യനും വരരുചിയും തമ്മിലുള്ള ഒരു ചോദ്യോത്തരത്തിൻ്റെ ഭാഗമായി രാമം ദശരഥം വിദ്ധിം മാം വിദ്ധിം ജനകാത്മജാം അയോധ്യാം അടവിം വിദ്ധിം ഗച്ഛത്താത യഥാസുഖം എന്നുള്ള വാക്യമാണ്. അതിൽ ഏറ്റവും പ്രസിദ്ധമായിട്ട് പറയുന്നത് മാം വിദ്ധിം ജനകാത്മജ എന്നാണ്. സുമിത്ര വനയാത്ര സമയത്ത് ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശം, നീ നിന്റെ ജ്യേഷ്ഠത്തിയെ ജനകാത്മജയെ സീതയെ മാം അമ്മയായി ഞാനായി കാണണം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു സംശയം കൂടി ഉന്നയിക്കാം. ലക്ഷ്മണനെ സുമിത്രയ്ക്ക് തൻ്റെ പുത്രനെ എന്തെങ്കിലും ഒരു വിശ്വാസക്കുറവ് ഉണ്ടായിരുന്നോ, ജ്യേഷ്ഠത്തിയെ മറ്റൊരു രീതിയിൽ കാണുമോ എന്നുള്ളൊരു സംശയം അവിടെ ഉണ്ടോ എന്നൊരു സംശയം വേണമെങ്കിൽ നമുക്ക് മുന്നോട്ട് വയ്ക്കാം. പക്ഷേ ഈ വാക്യത്തിൽ ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്ന തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുമ്പോൾ പറയുന്ന ആ വാക്യത്തിൽ അന്തരാത്മാ ച മേം വ്യക്തിയും, എനിക്കറിയാമെന്നല്ല, എൻ്റെ ആത്മാവിൽ അറിയാമെന്നല്ല, എൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ ഞാൻ അറിയുന്നു സീത പരിശുദ്ധയും യശസ്വിനിയുമാണ് എന്ന് ഞാൻ അറിയുന്നു. എങ്കിലും രാജധർമ്മമനുസരിച്ച്, പ്രജകളുടെ ഹിതമനുസരിച്ച് ഒരു രാജാവ് സ്വാർത്ഥനാവാൻ പാടില്ല. എന്തെങ്കിലും ആരോപണമുണ്ടായാൽ സ്വന്തം ഭാര്യയെപ്പോലും എല്ലാം ത്യജിക്കണമെന്നുള്ള ആ ഒരു രാജനീതിയിൽ കുരുങ്ങി, അല്ലെങ്കിൽ ആ രാജധർമ്മം പാലിക്കാൻ വേണ്ടിയിട്ട് രാമൻ സീതയെ ഉപേക്ഷിക്കുന്നു. ഈ വാക്യം ഏറെ പ്രസിദ്ധമാണ്. വാൽമീകി രാമായണത്തിലെ ഉത്തരകാണ്ഡത്തിലാണ് ഇതുള്ളത്. ഈ ഉത്തരകാണ്ഡത്തിൻ്റെ രചനയെക്കുറിച്ചൊക്കെ തർക്കമുണ്ട്. എങ്കിലും ഈ വാക്യം വർത്തമാനകാലത്തിൽ രാമനെ ഒക്കെ ആക്ഷേപിക്കുമ്പോൾ പോലും ഈ വാക്യം രാമൻ പറഞ്ഞത് അന്തരാത്മാ ച മേം വേത്തിയും സീതാ ശുദ്ധ യശസ്വിനി എന്നുള്ള വാക്യം കൂടി ഓർക്കുമ്പോഴാണ് രാമായണത്തിലെ എല്ലാ വാക്യങ്ങളും പ്രസക്തമാണെങ്കിലും ഇത് ഏറെ പ്രസക്തമാണ് എന്ന് എനിക്ക് തോന്നുന്നത്. മറ്റൊരു വിശേഷവുമായി കാണാം. നന്ദി, നമസ്കാരം.